കേരളത്തിൽ UDFന് മുൻതൂക്കം നൽകിക്കൊണ്ട് ആക്സിസ് മൈ ഇന്ത്യ അടക്കമുള്ള ഏജൻസികൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ നിരാകരിച്ചുകൊണ്ട് കേരളത്തിലൊരു തൂക്കുസഭയുടെ സാധ്യത പ്രവചിച്ചുകൊണ്ട് ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ടുഡേസ് ചാണക്യ നിസാരക്കാരല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുപോലെ കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായി തന്നെ പ്രവചിച്ചവരാണ്. 93 മുതൽ 111 വരെ സീറ്റ് എന്ന റേഞ്ച് LDFന് നൽകിയത് അവർ മാത്രമാണ്. അതായത് 99 എന്ന് പറയുന്ന റേഞ്ച് നൽകിയത്. ആക്സിസ് മൈ ഇന്ത്യ പോലും അതിനപ്പുറത്തുള്ള ഒരു സീറ്റാണ് നൽകിയത്. ഓവർ പ്രൊജക്ഷൻ ആയിരുന്നു നൽകിയിരുന്നത് 104 എന്നുള്ളത്. ഇവർ പറഞ്ഞ റേഞ്ചിനകത്ത് തന്നെയാണ് LDFൻ്റെ സീറ്റ് വന്നത് എന്നുള്ളത് കൊണ്ടാണ് ടുഡേസ് ചാണക്യയെ നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്നത്. കഴിഞ്ഞ തവണ എല്ലാവർക്കും പിഴച്ചു പോയത് ശരിയാക്കിയ 2 പേർ, അതിൽ ആക്സിസ് മൈ ഇന്ത്യ അടുത്തു വന്നു. ടുഡേസ് ചാണക്യ കൃത്യമായിട്ടുള്ള റേഞ്ചിൽ തന്നെ പ്രവചനം നടത്തി. ആ ടുഡേസ് ചാണക്യ പറയുന്നു, കേരളത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒരു ചെറിയ മുൻതൂക്കം UDFനുണ്ടെങ്കിലും, അതായത് വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ വെറും 2% മുൻതൂക്കം UDFനുണ്ടെങ്കിലും സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു തൂക്കുസഭയുടെ സാധ്യതയിലേക്കാണ് വരുന്നത് എന്നതാണ്. അവർ പറയുന്ന സീറ്റ് റേഞ്ച് 69 UDF, 64 LDF. BJPക്ക് അവർ 7 സീറ്റുകൾ വരെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. കേരളത്തിൽ BJPക്ക് ഉയർന്ന സീറ്റ് പ്രൊജക്ഷൻ നൽകിക്കൊണ്ടുള്ള ഒരു സർവേ റിപ്പോർട്ട്. ഈ ടുഡേസ് ചാണക്യ കേരളത്തിൽ നേരത്തെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും BJPക്ക് വാരിക്കോരി സീറ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും BJPക്ക് 7 സീറ്റ്, LDFന് 64 സീറ്റ്, UDFന് 69 സീറ്റ് എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം അവർ ±9 എന്നുള്ള റേഞ്ച് UDFനും LDFനും നൽകുന്നു. അങ്ങനെ വന്നാൽ UDFന് ഈ 9 സീറ്റും അധികം കിട്ടുകയാണെങ്കിൽ 78. അപ്പോൾ ഇനി താഴേക്ക് വരികയാണെങ്കിൽ 61ലേക്ക് പോകും. ഈ LDFനെ സംബന്ധിച്ചിടത്തോളം 64 നിന്ന് ആ 9 സീറ്റിൻ്റെയും റേഞ്ച് അപ്പുറത്തേക്ക് പോയാൽ 73 ആകും. അത് താഴേക്ക് വന്നാൽ 55 ചെന്ന് നിൽക്കും. അപ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു അനിശ്ചിത സാഹചര്യമാണ് എന്നുള്ള സൂചന ഇവിടെ ഉണ്ടാകുന്നു. അത് BJP കൂടുതൽ സീറ്റ് പിടിക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. BJPക്ക് ഈ 7 എന്നുള്ള സീറ്റ് നൽകി ±4, അതായത് 4 സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 3 സീറ്റിൽ വരെ വന്ന് നിൽക്കാം എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യത തെളിയുന്നുണ്ട് എന്ന് ടുഡേസ് ചാണക്യ പ്രവചിക്കാനുള്ള ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അസമിൻ്റെ കാര്യത്തിൽ, അസമിൽ എല്ലാവരും പ്രവചിച്ചത് BJPക്ക് 100-നടുത്തുള്ള റേഞ്ചാണ്. ഇപ്പോൾ ഈ ടുഡേസ് ചാണക്യയും പ്രവചിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, സമാനമായ പ്രവചനമാണ്. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ആ പ്രവചനം അപ്പാടെ തെറ്റുകയാണ്. നേരത്തെ വന്നിട്ടുള്ള സർവേ റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന സൂചനയിൽ UDF സുരക്ഷിതമായി കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ്. ആ നിലയ്ക്ക് പറയുന്ന സർവേ റിപ്പോർട്ടുകൾ ഉള്ളയിടത്ത് അതങ്ങനെയല്ല. UDFന് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം കാഴ്ചവെക്കാനാകില്ല എന്ന് ടുഡേസ് ചാണക്യ പറയുകയാണ്. അത് മാത്രമല്ല, അവർ ജാതി തിരിച്ചുള്ള അവരുടെ കണക്കുകൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നു. ഇപ്പോൾ ജാതിയാണല്ലോ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നത്. നായർ UDFന് 32%, BJPക്ക് 39%, LDFന് 28%. അതായത് കേരളത്തിലെ നായർ സമുദായം BJPക്ക് കൂടുതൽ ഫേവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം സമുദായം 62% UDF, 33% LDF. ഈഴവ 20% UDF, 32% BJP, 47% LDF. ക്രിസ്ത്യൻ 53 UDF, 34 LDF, 11 BJP. SC 31% UDF, BJPക്ക് 18%, LDFന് 49%. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെയും ഈഴവ സമുദായത്തിൻ്റെയും വലിയ പിന്തുണ ഇപ്പോഴും LDFനുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. മറുവശത്ത് മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും പിന്തുണ ലഭിക്കുമ്പോഴും ഈ നായർ സമുദായത്തിൻ്റെയും ഈഴവ സമുദായത്തിൻ്റെയും പിന്തുണയുടെ കാര്യത്തിൽ പിന്നോട്ട് പോവുകയാണ് UDF എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു നെക്ക് ടു നെക്ക് പോരാട്ടത്തിൻ്റെ സൂചന ഉണ്ടാകുന്നത്. UDFന് 40%, LDFന് 38%, BJPക്ക് 20% വോട്ടാണ് ഈ സർവേയിൽ അവർ പ്രവചിക്കുന്നത്. അതിലും ഒരു ±3 എന്ന് പറയുന്ന റേഞ്ച് കൂടി നൽകുന്നുമുണ്ട്. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും കേരളത്തിൻ്റെ പോളിംഗ് ട്രെൻഡുകൾക്കനുസരിച്ച് എന്താണ് ജനവിധിയുടെ സ്വഭാവം എന്ന ഞങ്ങളുടെ പോസ്റ്റ് പോൾ അനാലിസിസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും നമുക്ക് നേരത്തെയൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ഇൻപുട്ടുകൾ തന്നുകൊണ്ടിരുന്ന നിഷ്പക്ഷരായ കുറേ ആളുകളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് പോളിംഗ് ഡാറ്റയുടെ സമഗ്രമായ വിശകലനത്തിലൂടെ ദ ജേണോ എത്തിച്ചേർന്ന നിഗമനമാണ് അവതരിപ്പിക്കുന്നത്. ആ നിഗമനത്തിൽ കേരളത്തിലൊരു വലിയ തരംഗം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി ഉണ്ട് എന്നത് വ്യക്തമല്ല. പക്ഷേ UDFന് അനുകൂലമായ ഒരു ചെറിയ ട്രെൻഡ് കേരളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോളിംഗ് ഡാറ്റകളിൽ നിന്ന് വ്യക്തമാണ്. ചില മണ്ഡലങ്ങളിലെങ്കിലും, അതായത് LDF അവരുടെ സിറ്റിംഗ് MLAമാരെ കൊണ്ട് സുരക്ഷിതമാക്കാമെന്ന് കരുതിയിരുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് നമ്മുടെ പഠനത്തിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും തെക്കൻ ജില്ലകൾ LDFന് സുരക്ഷിതമാണ് എന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിലയിരുത്തലിനെ മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നർത്ഥം. പല സാമുദായിക ഘടകങ്ങളും സർക്കാരിനെതിരായിട്ടുള്ള ചെറിയ വികാരവുമൊക്കെ പല മേഖലകളിലും LDFന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നു തന്നെയാണ് നമ്മുടെ വിലയിരുത്തലിൽ വ്യക്തമാകുന്നത്. ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ UDF കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പ്രകടനം കാഴ്ചവയ്ക്കും എന്നു തന്നെയാണ് ദ ജേണോയുടെ കണ്ടെത്തൽ. നമ്മുടെ കണക്ക് പ്രകാരം 79 എന്ന ശരാശരി UDFനുണ്ടാകുമ്പോൾ 60 എന്ന ശരാശരിയിലായിരിക്കും LDFൻ്റെ സീറ്റുകൾ വന്നു നിൽക്കുക. ഒരു സീറ്റ് BJPക്ക്, അവിടെയും ഒരു ശരാശരി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ UDFന് ഈ 79 എന്ന ശരാശരി നിലനിർത്തുന്നതിനായി 75 മുതൽ 83 വരെ സീറ്റുകളാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ചുരുങ്ങിയത് 75 സീറ്റ് കിട്ടാനുള്ള സാഹചര്യം, അത് കൂടുതലായി വന്നാൽ 83 വരെ എത്താം. അതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് 79. ആ 79 സീറ്റുകളിലാണ് UDFന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കാൻ സാധിക്കുക എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. LDFന് അത് 60ആണ്. ആ 60 എന്ന് പറയുന്നത് 56 മുതൽ 64 വരെ, അതായത് 64 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തോട് അടുത്തെത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് LDFന് എത്താനാകും. അത്തരം ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായി UDFന് ഈ കേവല ഭൂരിപക്ഷം മറികടന്നുള്ള തൊട്ടടുത്ത ഒരു നമ്പറിലേക്ക് മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ എന്നതാണ്. BJPക്ക് ഏതു സാഹചര്യത്തിലും 1 മുതൽ 2 വരെ, ആ 2 സീറ്റും തിരുവനന്തപുരം ജില്ലയിലാണ് BJPക്ക് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് എന്നതാണ് നമ്മുടെ ഒരു കണ്ടെത്തൽ. ഇപ്പോൾ പാലക്കാടും കൊല്ലത്തും തൃശ്ശൂരും കാസർഗോഡും ഒക്കെ BJP സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ 2 സീറ്റുകളാണ്. അത് നേമവും കഴക്കൂട്ടവുമാണ്.